ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ഞാനിവിടെ പറയുന്ന തിരുവചനം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 18 വർഷമായി ഞാൻ ആവർത്തിച്ച് ചൊല്ലുന്ന തിരുവചനമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിത്തന്ന തിരുവചനമാണ് ഇത്. ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് വീടിൻ്റെ പണി നടക്കുന്ന സമയം, പണി തുടങ്ങി 2-3 മാസം കഴിഞ്ഞപ്പോൾ പണി മുന്നോട്ട് പോകുന്നില്ല. വിവിധങ്ങളായ തടസ്സങ്ങൾ, സാധനങ്ങൾ ലഭ്യമാകുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നു, പണിക്കാർ വരുന്നില്ല, ഇപ്രകാരം പല തടസ്സങ്ങൾ നേരിട്ടു. ആ സമയത്താണ് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു ധ്യാന കേന്ദ്രത്തിലെ ഒരു അച്ഛനെ കണ്ടുമുട്ടിയതും അച്ഛനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചതും. അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്ന തിരുവചനം ഇതാണ്. അച്ഛൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ഇവിടെ എല്ലാവരും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് അമ്മച്ചിയോട് പറയണം, ദിവസം ഒരു 100 തവണയെങ്കിലും ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട്. സ്നേഹമുള്ളവരെ, അത്ഭുതമെന്ന് പറയട്ടെ, ഞങ്ങളെല്ലാവരും ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ തടസ്സങ്ങൾ മാറി, വീടിൻ്റെ പണി അതിവേഗത്തിൽ പുനരാരംഭിച്ചു. അതുമാത്രമല്ല, ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ നേരത്തെ പണി പൂർത്തിയാകുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് വരെയുള്ള ജീവിതത്തിൽ പഠനകാലത്ത് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, ജോലിക്ക് തടസ്സമുണ്ടായപ്പോൾ, അതുമല്ലെങ്കിൽ സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോഴെല്ലാം ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിത്തന്ന തിരുവചനമാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്ന വചനമാണ്. ആ വചനം നമുക്ക് പഠിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-ാം തിരുവചനം. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ വചനം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അനുഗ്രഹം കിട്ടാതിരിക്കുകയില്ല. കാരണം 100% ഗ്യാരണ്ടിയുള്ള ഒരു തിരുവചനമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, അതുമല്ലെങ്കിൽ അനുഗ്രഹം കിട്ടാനായിട്ട് നാം ഈ വചനം ഏറ്റുചൊല്ലി ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കണം. 10 തവണ, 20 തവണ, അല്ലെങ്കിൽ 100 തവണയൊക്കെ ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹത്തിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വചനം ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനം നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, അവരെയും പഠിപ്പിക്കാം. അങ്ങനെ ഈ വചനം വഴിയായി നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ, നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.